നല്ല മഴ. അതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറയുന്നേ. ഞാൻ തന്റെ കാര്യത്തിൽ ശരിക്കും സീരിയസാ. ആണോ? ഞാനത്ര സീരിയസ് ഒന്നുമല്ല. ഒരു ടൈം പാസ്. നീ ഫ്രീ ആണെങ്കിൽ നീ, ഇല്ലെങ്കിൽ വേറെ ഒരു. ഒന്ന് പോടും. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഞാൻ തന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ തോന്നും. എനിക്കറിയത്തില്ല. ഈ വാതിൽ ഇതുവരെ അടച്ചില്ലേ? ഈ അസമയത്ത് ആരും എന്നെ കാണണ്ട. സർപ്രൈസ് എനിക്ക്. പിന്നെ ബർത്ത്ഡേ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. താനിപ്പോഴും സർപ്രൈസിൽ തന്നെ നിൽക്കുവാണോ? ഒന്നുമില്ലടോ, ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേ ഒരു കാര്യം ഓർത്തത്. പിന്നെ അടച്ച കടത്തുറപ്പിച്ച ഒരു ഗിഫ്റ്റ് മേടിച്ചു. കിടന്നെങ്കിൽ വിളിച്ചുകൊണ്ടിരുത്തണ്ടെന്നാ വിചാരിച്ചേ. പിന്നെ ഈ ലൈറ്റ് കണ്ടുകൊണ്ട് കയറിയതാ. എവിടെ? ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നുമില്ല? അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല. ഓ, മറ്റേ ആൾക്കിന്ന് വനിതാസിൽ നൈറ്റ് ഡ്യൂട്ടിയാ അല്ലേ? കേക്കോ ഇല്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഇച്ചിരി തണുത്തോളം താടോ. പേടിച്ചോ? താനെന്തിനെങ്കിലും പേടിക്കുന്നേ? എടോ, തന്നെ ആ ട്രാഫിക്കിൽ നിന്ന് ആ കമ്മീഷണറുടെ കൈയും കാലും പിടിച്ച് എൻ്റെ സ്റ്റേഷനിലോട്ട് എന്താ കൊണ്ടുവന്നറിയോ? തൻ്റെ ഈ പേടിയൊന്ന് മാറ്റാനാ. സാർ, ഞാൻ കിടക്കാൻ കടന്നുവരുന്നു. വെളുപ്പിനെ അമ്പലത്തിൽ പോകാനുണ്ട്. ഓ സോറി, ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. കുറേ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ നേരം കാലമൊന്നും നോക്കാതെ. എടോ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഡിവോഴ്സ് കേസ് നടക്കും. 1-2 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും. തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തന്നെ പോലെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും ഇതുവരെ എത്തി. അതിനിടയ്ക്ക് ഒരു പെണ്ണും കിട്ടി. ലൈഫ് അങ്ങോട്ട് ശരിയായില്ല. ഈ സമയത്ത് വന്നല്ല ഇതൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴും തൻ്റെ കൂടെ ആ ഗ്ലൈനൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചായിട്ട് തന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സർ, ഞാൻ എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ലൈഫൊന്ന് സെറ്റാക്കണം. പ്ലീസ് പ്ലീസ്, താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇവനാരാ? സാർ, ഇത് ശരത്ത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. സോറി, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അകത്ത് ആളുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓഹോ, അപ്പൊ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ തനി നേരത്തെ കയറി വന്നല്ലേ? എടേ, ഇതിപ്പോൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വേഗം സ്ഥലം കാലൊക്കെ നോക്ക്. ഇത് വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാ. നട്ടപ്പാതിരക്ക് കയറി വരുമ്പോ തനിക്ക് അറിഞ്ഞുകൂടോ വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാണ്? താൻ കാണിച്ച വൃത്തിയായിട്ട് ഞാൻ കണ്ടതാ. സാർ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണലായിട്ട് വടക്കുന്നതിന്റെ സ്വന്തം വീട്ടിൽ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കെട്ടിടാണ്. വഴി പോന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയാ ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടിനും പിടിച്ച് അകത്തോടും ഞാൻ. പോലീസിന്റെ മേലെ കൈ.
സാർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലേ ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കും. ശരത് ബാലകൃഷ്ണൻ, സൺ ഓഫ് ബാലകൃഷ്ണൻ ഏർവാടി. ഞാനിപ്പോ പോവാ, നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. നിന്നെ ഞാനും ഒന്ന് കാണുന്നുണ്ട്. പോടാ. അവന്റെ പൊട്ടിച്ച നിനക്കിപ്പോ സമാധാനമില്ലേ? ഇനി നാളെ സ്റ്റേഷനിലേക്ക് വാ ലൈസൻസ് വാങ്ങാൻ. ഇതിന്റെ ബാക്കി അയാൾ അവിടെ തീർക്കും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയും ചെയ്യും. എന്റെ ജീവിതമാണ് തൊലഞ്ഞത്. ഒരാളും അറിയില്ല. സ്റ്റേഷനിൽ കയറാതെ അത് എടുക്കാൻ എനിക്കറിയാം. வாடா, என்ன உனக்கு பால் வேணுமா? என்ன இன்னைக்கு இவ்வளோ லேட்டு? எல்லாம் உனக்கு தான், குடி. ஐயோ, ரத்தக்கரையெல்லாம் இருக்கு.